സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ വെള്ളരിക്കുണ്ട് ആലക്കോട് പാടിയോട്ടുചാൽ. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 9188410391 at 04985240391. വീട്ടുമുറ്റത്ത് വർണ്ണവസന്തം തീർക്കുന്ന ചെടികളിൽ ഒന്നാണ് ബോഗെയിൻവില്ല. വിനോദത്തിനായും വിപണനത്തിനായും ധാരാളം പേർ ഈ ചെടി നട്ടുവളർത്താറുണ്ട്. അത്തരത്തിൽ വിനോദത്തിനും ഒപ്പം വിപണി ലക്ഷ്യമിട്ടും ബോഗെയിൻവില്ലയുടെ അപൂർവ ഇനങ്ങൾ ഉൾപ്പെടെ നട്ടുവളർത്തി പരിപാലിച്ച് ആനന്ദം കണ്ടെത്തുകയാണ് തിരുമേനി സ്വദേശികളായ ജിജിയും ഭർത്താവ് സിജ തോമസും. റോസപ്പൂക്കളുമായി നേരിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും കടലാസ് റോസ് എന്ന ഓമനപ്പേരിൽ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ബോഗെയിൻവില്ല ഉദ്യാന സസ്യങ്ങളുടെ മുൻനിരയിലുള്ള ചെടിയാണ്. വേനൽക്കാലത്ത് സമൃദ്ധമായി പൂവിടുമെന്നതാണ് ബോഗൻവില്ലയുടെ പ്രത്യേകത. റോസ് നിറത്തിൽ മാത്രം കണ്ടിരുന്ന ഈ സസ്യഗണത്തിൽ ഇപ്പോൾ പല വർണ്ണങ്ങളിലുള്ള ചെടികളുണ്ട്. ഒരു ചെടിയിൽ തന്നെ 2 നിറങ്ങളുള്ള പൂക്കളുണ്ടാകുന്നവയും സാധാരണം. അധ്യാപന ജോലിയുടെ തിരക്കുകൾക്കിടയിൽ സമയം കണ്ടെത്തി ബഹുവർണ്ണങ്ങളിലുള്ള ബോഗൻവില്ലകൾ നട്ടുവളർത്തി പരിപാലിച്ച് ആനന്ദം കണ്ടെത്തുകയാണ് തിരുമേനി സ്വദേശിയായ ചാമക്കാലായിൽ ജിജി. ജിജിക്കൊപ്പം ഭർത്താവ് സിജ തോമസും ഇപ്പോൾ ബോഗൻവില്ലയുടെ ആരാധകനാണ്. നിലത്ത് നട്ട് വള്ളിച്ചെടിയായി വളർത്താൻ കഴിയുന്നതാണെങ്കിലും ജിജി ഇവയെ ചെടിച്ചട്ടിയിൽ നട്ടുപിടിപ്പിച്ച് കുറ്റിച്ചെടിയായി വളർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ വീടിൻ്റെ മുറ്റത്തെ മതിൽ നിറയെ പൂക്കളാണെന്ന് പറയാം. അപൂർവങ്ങളായതുൾപ്പെടെ 50-ലധികം ഇനം ബോഗൻവില്ലകളെ ഇവർ പരിപാലിക്കുന്നുണ്ട്. ഇതിപ്പം ഒരു 5 വർഷമായി ഈ പരിപാടി, കടലാസ് പൂക്കളിലൂടെ ഒരു ഇഷ്ടം തോന്നി ഇത് തുടങ്ങിയിട്ട്. ഇത് പരിപാലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ സാധാരണ നമ്മുടെ ഇവിടെയുള്ള വെറൈറ്റികളൊക്കെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞാണ് ഹൈബ്രിഡിനെ കുറിച്ചൊക്കെ ഞങ്ങൾ അറിഞ്ഞത്. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ഏകദേശം 50-ൽ കൂടുതൽ വെറൈറ്റി എന്തുണ്ട്, സാധാരണയുണ്ട്, അതോടൊപ്പം തന്നെ ഹൈബ്രിഡും ഒരു 50-ൽ പരം ഉണ്ട് ഇവിടെ. ഇത് പരിപാലിക്കുക പ്രധാനമായും ഞങ്ങൾ ചെയ്യുന്നത് ഫാക്ടംബോസ്, പൊട്ടാഷ് ഇവ ഇതിനകത്ത് പിന്നെ ചെടിച്ചട്ടിക്കകത്ത് പിന്നെ ഒരു മാസത്തിൽ 2 വീതം 2 പ്രാവശ്യം ഒഴിക്കുന്നു. അതുകൂടാതെ ജൈവവളം ഉപയോഗിക്കുന്നുണ്ട്. അതായത് മണ്ണിര, കമ്പോസ്റ്റ് അങ്ങനെയുള്ളത് ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റായ സാധനങ്ങളെല്ലാം അതും വളമാക്കി ഇതിൻ്റെ കൂടെ ചേർക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ചെടി വളർത്തുക ഒരുപാട് സമയമൊക്കെ നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെക്കണമല്ലോ. ഇതിങ്ങനെ മാറ്റി വെക്കാൻ ഒരു സമയം കണ്ടെത്തുന്നതും അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷമൊക്കെ എന്താണ്? ഞാൻ ചെറുപുഴ സെൻറ്റ് ജോസഫ് സ്കൂളിലെ അധ്യാപികയാണ്. വൈകുന്നേരങ്ങളിൽ ഉള്ള സമയത്ത് ഞങ്ങൾ ഇത് 2 പേരും കൂടെ ഇതിനായിട്ട് സമയം കണ്ടെത്തുകയും വൈകുന്നേരം ഒരു 8 മണി വരെ ഈ ചെടിയുടെ പുറകെയാണെന്ന് പറയാം. ഇതിനുവേണ്ടി വെള്ളമൊഴിക്കൽ, വളവിടിയിൽ ഇതെല്ലാം ഞങ്ങൾ 2 പേരും കൂടിയാണ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഏതൊക്കെ ഇനങ്ങളാണെന്ന് പറയാം? ഈ ആളുകൾക്ക് ഇപ്പോൾ നോക്കുമ്പോൾ എല്ലാം, ഇപ്പോൾ ഞാൻ തന്നെ നോക്കിയപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ 1-2 കളറുകളും ഇനങ്ങളൊക്കെ മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഇത് വ്യത്യസ്തമായ ഇത്രയും ഇനങ്ങളുണ്ടല്ലോ. പൊതുവെ അങ്ങനെ ആളുകൾ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാമോ? ഇപ്പോൾ ഇവിടെയുള്ള ഇനങ്ങളൊക്കെ ഞാനിപ്പം അതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് തൈകൾ ഇവിടെ നട്ടിട്ട് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ ഒത്തിരി വെറൈറ്റി പേരുകളൊക്കെ ഉണ്ട്. ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതിനൊക്കെ ഇത്രയും പേരുകളൊക്കെ ഉണ്ടെന്ന്. നമ്മളിങ്ങനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, ഇങ്ങനെ കൊണ്ടുവന്ന് നടന്നല്ലാതെ പേരുകളുടെയൊക്കെ കാര്യങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. എന്നാലും ഏതെങ്കിലും പിന്നെ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്കില്ലാത്തതാണെങ്കിൽ നമ്മൾ അവരോട് ചോദിച്ചാൽ മേടിക്കും. നഴ്സറികളിൽ പോകുമ്പം വെറൈറ്റികളുണ്ടെങ്കിൽ അവിടുന്ന് മേടിക്കും. അങ്ങനെ ഒത്തിരി പലയിടത്തുനിന്നും ശേഖരിച്ചാണ് ഇത്രയും വെറൈറ്റി ഇവിടെ എത്തിയത്. അവരാര് ചോദിച്ചാലും ഞാനും കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിൽപ്പനയ്ക്ക് പലരും നമ്മളിൽ നിന്ന് ചെടിച്ചട്ടിയോടുകൂടെ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ന്യായമായ വിലയിലാണ് നമ്മളിതെല്ലാം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടിനായിട്ട് പതിയിൽ ഫോട്ടോഗ്രാഫറായ സണ്ണി ഒത്തിരി പിന്നെ കപ്പിൾസിനെയും കൊണ്ട് ഇവിടെ വന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ മലങ്കര പള്ളിയിൽ ഇത് നമ്മൾ കുറേ ചെടിച്ചട്ടികൾ കൊടുത്തിട്ടുണ്ട്. അവരാണ് ആദ്യമേ ഇവിടെ വന്ന് ചെടിച്ചട്ടികൾ വാങ്ങിയത്. അതിനുശേഷമാണ് പലരും അറിഞ്ഞ് നമ്മളോടിത് ആവശ്യപ്പെടാൻ തുടങ്ങിയത്. നേരം പോക്കിനായി തുടങ്ങിവെച്ച പൂക്കൃഷിയെ ഇപ്പോൾ അധിക വരുമാനം കണ്ടെത്താനുള്ള മാർഗമായും ഇവർ മാറ്റിയിട്ടുണ്ട്. പൂക്കളുടെയും ചെടികളുടെയും ഒക്കെ വിൽപ്പനയിലൂടെയാണ് അത് സാധ്യമാകുന്നത്. വരണ്ട കാലാവസ്ഥയിൽ വളർത്താൻ പറ്റിയതിനാൽ മിക്ക വീടുകളിലും ബോഗൻവില്ലകൾ വളർത്താറുണ്ട്. എന്നാൽ വ്യത്യസ്തമായ ഇനങ്ങൾ കണ്ടെത്തി നട്ടുപരിപാലിക്കുന്നതിനാൽ വ്യത്യസ്ത നിറങ്ങളുടെ ഒരു സമ്മേളനമാണ് ഇവരുടെ വീട്ടുമുറ്റത്തെത്തിയാൽ കാണാൻ കഴിയുന്നത്.
ഇലകൾ കാണാനാകാത്ത വിധം ശിഖരങ്ങളെല്ലാം പൂങ്കുലകളായി മാറി പൂവിട്ടു നിൽക്കുന്ന ബോഗൈൻവില്ല ചെടികളുടെ പശ്ചാത്തലത്തിൽ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടിനായി ഫോട്ടോഗ്രാഫർമാരും സെൽഫി എടുക്കാൻ മറ്റുള്ളവരും ഇവിടേക്ക് വരാറുണ്ട്. ചെറുപുഴ സെൻറ് ജോസഫ് സ്കൂൾ അധ്യാപികയാണ് ജിജി. റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥനാണ് സിജ തോമസ്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സ്. കുതിച്ചുയരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു. മാസത്തവണകളിലായി 1000 രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം. എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ. മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം, ഗോൾഡ് 12, മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ, വജ്രം, ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം, ഓൾഡീസ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം, ഈസി ഗോൾഡ് 1000 രൂപ മുതലുള്ള മാസത്തവണകൾ, ചുരുങ്ങിയ കാലാവധി, അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ, ലളിതമായ അംഗത്വ നടപടി. ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ. ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, വെള്ളരിക്കുണ്ട്, ആലക്കോട്, പാടിയോട്ടുചാൽ. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 9188410391 at 04985240391.